നീ പറഞ്ഞത് ശരിയാണ്. സപ്തമി വ്രതം പ്രത്യേകമായ ഒരു ആചാരമാണ്. പ്രത്യേകിച്ച് രഥസപ്തമി ദിവസം സൂര്യദേവനെ വണങ്ങുന്നത് വളരെ വിശേഷമായി കണക്കാക്കുന്നു. സപ്തമി വ്രതത്തിന്റെ പ്രധാന കാര്യങ്ങളിതാ. സൂര്യദേവന്റെ അനുഗ്രഹം. സൂര്യൻ ജീവന്റെ ഉറവിടമാണ്. അദ്ദേഹത്തെ വണങ്ങുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കുകയും രോഗങ്ങൾ അകറ്റുകയും ചെയ്യും. ധനവും സമ്പത്തും. ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ധനവും സമ്പത്തും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. പാപനിവാരണം. പഴയ പാപങ്ങൾ മാറുകയും പുണ്യം വർദ്ധിക്കുകയും ചെയ്യും. മനസ്സിന് ശാന്തി. മനസ്സ് ശാന്തമാകുകയും ദൈവിക ശക്തി ലഭിക്കുകയും ചെയ്യും. വിധവകൾ ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത ജന്മത്തിൽ ഈ ദുഃഖമുണ്ടാകില്ലെന്നാണ് വിശ്വാസം. വ്രതം അനുഷ്ഠിക്കുന്ന വിധം. എരുക്കയില. 7 എരുക്കയിലകൾ തലയിലും കണ്ണിലും തോളിലും കാലിലും വച്ച് കുളിക്കുന്നത് പതിവാണ്. സൂര്യനെ വണങ്ങൽ. സൂര്യോദയത്തിൽ എഴുന്നേറ്റ് സൂര്യനെ നോക്കി മന്ത്രങ്ങൾ ചൊല്ലി വണങ്ങണം. നൈവേദ്യം. പച്ചപ്പാൽ, പഴങ്ങൾ തുടങ്ങിയവ സൂര്യന് നൈവേദ്യമായി അർപ്പിക്കാം. ദാനധർമ്മം. ഈ ദിവസം ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് അനേകമടങ്ങ് പുണ്യം ലഭിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശുദ്ധമായ ആഹാരം. വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം ശുദ്ധമായ ശാകാഹാരം മാത്രം കഴിക്കണം. മനസ്സ് ഒന്നിച്ചുകൂട്ടൽ. വ്രതത്തെ മനസ്സോടെ അനുഷ്ഠിച്ച് സൂര്യദേവനെ സ്മരിക്കണം. പ്രധാന കോവിലുകൾ. തിരുപ്പതി, തിരുമല തിരുവെങ്കടേശ്വര ക്ഷേത്രം, തഞ്ചാവൂർ സൂര്യനാരായണ ക്ഷേത്രം, ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ ഗുണങ്ങൾ tamil.webdunia.com ലേക്കുള്ള ലിങ്ക്. പാപങ്ങൾ നീക്കുന്ന സൂര്യവന്ദനം www.victon.com ലേക്കുള്ള ലിങ്ക്. കുറിപ്പ്. ഇത് ഒരു പൊതുവായ വിവരമാണ്. വ്രതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഗുരു അല്ലെങ്കിൽ ആത്മീയ ഗുരുവിനെ സമീപിക്കുക. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കീവേഡ്സ്. സപ്തമി വ്രതം, രഥസപ്തമി, സൂര്യവന്ദനം, വ്രതം അനുഷ്ഠിക്കുന്ന വിധം, പ്രയോജനങ്ങൾ. Translation